മാർച്ച് മാസമായില്ലേ. നമ്മുടെ പച്ചക്കറിത്തോട്ടം എങ്ങനെ നല്ല പച്ചപ്പിൽ നിലനിർത്താം ഈ മാസം? നമ്മുടെ ചെടികളൊന്നും ഈ ചൂട്ടത്ത് ഉണങ്ങിപ്പോവാതിരിക്കാനുള്ള 3 ടിപ്സായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ തൈകളൊക്കെ കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ നനയിൽ ആദ്യം ശ്രദ്ധിക്കണം. നട്ടുച്ച സമയത്ത് നമ്മുടെ ചെടി വാടി നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് നനയ്ക്കരുത്. നനയ്ക്കുമ്പോൾ എപ്പോഴും രാവിലെയോ വൈകുന്നേരമോ നനച്ചു കൊടുക്കാം. പിന്നെ രണ്ടാമതായിട്ട് നോക്കാനുള്ളത് പുതയിടലാണ്. നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് പുത ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതായത് ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കുക. ചെടിയുടെ ചോട്ടിലായിട്ട് കരിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചകിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ചകിരിയില്ലേ, ചകിരിത്തൊണ്ട് അത് ഇട്ട് കൊടുക്കാം. ഞാനിതവിടെ ഗ്രോ ബാഗിൽ നട്ട ചെടികളിലാണെങ്കിൽ കൂടി ഇതുപോലെ പുത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വഴുതനങ്ങേൻ്റെ ഒരു വളർച്ച കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വളർന്നു വരുന്നത്. അപ്പോൾ അതിനൊരു ടിപ്സ് ഉണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാ ചെടികൾക്കും ഇതുപോലെ പുത ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കേണ്ട വളമാണ്. ചൂട് കൂടുമ്പോൾ ചെടികൾക്ക് കരുത്തിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വളം നൽകുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് കേട്ടോ നൽകുക. കഠിനമായ വെയിലിൽ ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ശേഷി കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്ത് അമിതമായ വളം നൽകണ്ട. ചൂടുകാലത്ത് നമ്മളെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളം എന്ന് പറഞ്ഞത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറി ഇട്ട് വെച്ചിട്ട് അത് നേർപ്പിച്ചിട്ടാണ് കേട്ടോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കൊടുക്കാൻ പറ്റിയ വളമാണ് നമ്മുടെ സ്ലറി ഇതുപോലെ കുറച്ചെടുക്കാം. കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ ഈ ജഗ്ഗിൽ. എന്നിട്ട് പകർത്തിയിട്ട് നമ്മൾക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ സ്ലറി എന്ന് പറയുന്നത് എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ് കേട്ടോ. പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ സ്ലറി നല്ലതാണ്. അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ, അതായത് ഈ മാർച്ച് മാസത്തിൽ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ റെഡിയായി നിൽക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ടെറസൊക്കെ ഒരുവിധം ക്ലീനാക്കി. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് വഴുതനയാണ് സെറ്റായിട്ടുള്ളത്. അപ്പോൾ 2 വഴുതന എൻ്റെ കയ്യിലുള്ളത് പിന്നെ വയലറ്റ് വഴുതനയാണ്. അപ്പോൾ നല്ല വയലറ്റ് കളറ് പൂവുണ്ടായിട്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ കയ്യിലൊരു 4-5 വഴുതന തൈകളുണ്ട്, സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് തക്കാളി ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തൈകളും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയുടെ നമ്മൾ ഒരു തക്കാളി തൈയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 10 തക്കാളി തൈയോളം എൻ്റെ ഗാർഡനിലുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇന്നലെ നട്ടതാണിത്. ഇതുപോലെ നട്ടിട്ട് ഗ്രോ ബാഗിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കരിയിലൊക്കെ നിറച്ച് നട്ടിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ കടക്കലായിട്ട്. എന്നിട്ട് അതിൽ നമ്മുടെ കമ്പോസ്റ്റ് നിറച്ചിരിക്കാൻ കേട്ടോ. അപ്പം നന്നായിട്ട് വളർച്ചയുണ്ടാവും, നല്ല കായ്ഫലം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കോവൽ വളർത്തിയിട്ടുണ്ട്. കോവൽ ഞാൻ പന്തലിട്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോവലിൻ്റെ വള്ളിയാണ്. അപ്പോൾ അത് പന്തലിനൊക്കെ വേണ്ടി സെറ്റായിട്ട് ഞാൻ കയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വള്ളി കയറിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പന്തൽ സെറ്റാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ കോവൽ നമ്മൾ പന്തൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ തണലും കിട്ടും കേട്ടോ. ഇപ്പോൾ തണലത്ത് വെക്കാൻ പറ്റിയ ചെടികൾ അതിൻ്റെ താഴെ വെക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റിലാണ് പന്തലൊക്കെ കെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വെണ്ട ഞാൻ ജനുവരി മുതലേ വിളവെടുക്കുന്നതാണ്. ഡെയിലി 1-2 വെണ്ട എനിക്ക് ഈ തൈകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിലിടാനുള്ള വെണ്ടയ്ക്ക ഇതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഉള്ളതാണ് പയർ അത്യാവശ്യത്തിന് കുറേ തൈകൾ മുളച്ചിട്ടുണ്ട് ഈ മാസം ആകുമ്പോഴത്തേനും. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ നടാൻ പറ്റിയ ഇങ്ങനെ വള്ളി പടർത്താൻ പറ്റിയ പയർ, ബീൻസ്, അതുപോലെ പടവലങ്ങ ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പടവലം തൈകളും ചെറുതായി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടായതിൻ്റെ വിത്ത് പാവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുളച്ച് വരും. പിന്നെ അങ്ങനെ ഈ പടർത്താൻ പറ്റിയ സംഭവങ്ങളൊക്കെ, അതുപോലെ വെള്ളരി ഇത് വേറെ തൈയാണ് കേട്ടോ. വെള്ളരിൻ്റെ അതിൻ്റെ മുകളിൽ വെള്ളരിക്ക ഉണ്ടായി നിൽക്കണണ്ട. ഇതൊക്കെ പിടിച്ചതാണ്. 2-3 എണ്ണം ഇങ്ങനെ വെള്ളരിക്ക ഉണ്ടാവും. ഇത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് അങ്ങനത്തെ പയർ, വെള്ളരി, മത്തൻ അങ്ങനെയുള്ള പടർത്താൻ പറ്റിയതൊക്കെ ഈ മാസത്തിൽ നമുക്ക് സെറ്റാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ മാസം മാർച്ച് മാസം പിടിപ്പിക്കാൻ പറ്റിയൊരു സംഭവമാണ് വേപ്പ് പിടിപ്പിക്കാൻ ഈ മാസം നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എത്രയും പെട്ടെന്ന് വേപ്പ് വീട്ടിലില്ലാത്തവർ പിടിപ്പിച്ചോളൂ. അതെങ്ങനെ സെറ്റ് ചെയ്യണം പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഈ ആഴ്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബക്കറ്റിൽ അതേപോലെ തന്നെ നട്ടാൻ വേപ്പാണ് ഇട്ടത്. പിന്നെ നമുക്ക് നടാൻ പറ്റിയതാണ് ചീര പലതരം ചീരകളുണ്ട്. പൊന്നാങ്കണ്ണി ഉണ്ട്, പിന്നെ സാധാരണ ചീര, പച്ചച്ചീര ഉണ്ട്, ചുവപ്പ് ചീര, ചെറിയ ചെറിയ തൈകളുള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ വിത്തിട്ടു, പക്ഷേ അത് മുളച്ചില്ല. മുള വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ പൊന്തി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീര ഉണ്ട്. പിന്നെ കൊഴുപ്പച്ചീര ഉണ്ട്. അത് ഇനി ഞാനൊന്നും കൂടിലും സെറ്റാക്കി എടുക്കണം. അതൊരു മൂലക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടുതലാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ കൊഴുപ്പച്ചീര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നമുക്ക് നടാൻ പറ്റിയത്, മാർച്ചിൽ നടാൻ പറ്റിയത് നമ്മുടെ തോട്ടത്തിൽ ഉള്ളതുമായിട്ടുള്ളതാണ് മുളക്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചട്ടിയിൽ നടരുത്. ചട്ടിയിൽ നടണവരും ഉണ്ടാവണവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ചട്ടിയിൽ നട്ടിട്ട് അത്ര സുഖമില്ല കേട്ടോ. ചട്ടിയിൽ നടണതിനൊക്കെ കുരുടിപ്പ് വരുന്നുണ്ട്. ഇനി അതൊക്കെ ഞാൻ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടണം. ഞാൻ ഗ്രോ ബാഗിൽ നട്ട മുളകിന് നല്ല ഗ്രോത്ത് കാണാറുണ്ട്. അപ്പോൾ ഈ ചട്ടി നമ്മൾ ടെറസിൽ വെക്കുമ്പോൾ ടെറസ് ചൂട് പിടിക്കുന്നതിൻ്റെ ഒപ്പം ചട്ടിയും ചൂട് പിടിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രോ ബാഗിലാണ് നമുക്ക് ശരിക്കും മുളകും പച്ചക്കറികളൊക്കെ നടാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് മുളക് സെറ്റാക്കാം. പിന്നെ ഈ മാസം നടാൻ പറ്റിയതും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരുപാട് തൈകൾ മുളച്ച് വന്നിട്ടുണ്ട് പപ്പായയുടെ. അപ്പോൾ പപ്പായക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സ് മേടിച്ചിട്ടുള്ളത്. പപ്പായ അതിൽ വെക്കണം. പിന്നെ അപ്പോൾ ക്യാബേജിൻ്റെ തൈകളും എനിക്ക് അത്യാവശ്യത്തിന് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എൻ്റെ ഈ മാസത്തിൽ തൈകൾ സെറ്റായിട്ടിരിക്കണതാണ്. പിന്നെ നമുക്ക് നടാൻ പറ്റിയതാണ് നമ്മുടെ പുതിനയില അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുതിനയില ഇനി പറിച്ച് മാറ്റി നടണം. പിന്നെ ഞാൻ ഈ മാസത്തിൽ പരീക്ഷണാർത്ഥം ചെയ്തതാണ് പിന്നെ ഈ മല്ലിച്ചപ്പിൻ്റെ ഒരു വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ മല്ലിച്ചപ്പിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ മല്ലിച്ചപ്പ് എങ്ങനെയാണ് പിടിപ്പിച്ചതെന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ അതും പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തോരമുണ്ടെന്നറിയില്ല. വേറെ മുളകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം ഞാനത് പറിച്ച് കളയണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറിച്ച് കളയണം എന്നല്ല, പറിച്ച് നോക്കണം എനിക്ക് എത്രത്തോളം ഉരുളക്കിഴങ്ങ് കിട്ടിയെന്ന്. പിന്നെ ഉള്ളിയും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഞാനിതൊന്നും പ്രതീക്ഷിച്ചതേ അല്ല. എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ ഇത്രയും പച്ചക്കറി ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കേട്ടോ. ഒന്നേന്നല്ല 0 നിന്നാണ് ഞാൻ പച്ചക്കറി സ്റ്റാർട്ട് ചെയ്തത്. പച്ചക്കറിത്തോട്ടം ഒരു അടുക്കളത്തോട്ടം സെറ്റാക്കിയത് നമ്മുടെ ചാനലിന് വേണ്ടി മാത്രമാണ്. പക്ഷേ എനിക്കതിൽ നിന്ന് അനുഭവങ്ങളും കിട്ടിത്തുടങ്ങിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 0 ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള എൻ്റെ ഗാർഡനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചേമ്പ് ഇത് അടിപൊളിയായിട്ട് കേട്ടോ. ഒരുപാട് ചാക്കിൽ ഞാൻ ചേമ്പ് നട്ടിട്ടുണ്ട്. ചേമ്പിൻ്റെ വിളവ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ചേമ്പന്താളാണ് എൻ്റെ മെയിനായിട്ടുള്ള നോട്ടോട്ട. അപ്പോൾ ഒരു 6-7 ചാക്കിൽ ചേമ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ കറിക്കുള്ള ചേമ്പന്താൾ എല്ലാത്തിൽ നിന്നും കൂടി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ തോട്ടത്തിലുള്ളതാണ് കൈപ്പക്ക. നമ്മുടെ തോട്ടത്തിൽ ഞാൻ വിത്ത് പാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കൈപ്പക്ക അങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തൈ സെറ്റായിട്ട് വരണുള്ളൂ. ഇനി ഇതിനൊന്ന് പടർത്തി പന്തലിട്ട് സെറ്റാക്കി എടുക്കണം. പിന്നെ ആ കവറും നമുക്കൊന്ന് ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ വേറെ ഗ്രോ ബാഗിലേക്ക് മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാടാതെ ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു വെള്ളരീൻ്റെ തൈയും കൂടിയുണ്ട്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ആക്കിയാൽ പണിയാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അത് മാറ്റി നടണം. ആ കവർ ദ്രവിച്ചു പോയി. പിന്നെ ഞാൻ ഈ മാസം നട്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, മധുരക്കിഴങ്ങ്. നമ്മുടെ ക്യാബേജ് നട്ട ചാക്കാണിത്. ഇതിൻ്റെ വീഡിയോ ഇച്ചിരി വൈറലായെങ്കിൽ കൂടി അത് ഫ്ലോപ്പായിപ്പോയി. ആ ഒരു ക്യാബേജ് തൈകളൊക്കെ ഉണങ്ങിപ്പോയി. വെയിലത്തിരുന്നിട്ടാണ് അത്. തണലത്ത് ആദ്യം വെക്കണമായിരുന്നു. പക്ഷെ അത് ആദ്യം 2-3 ദിവസം വെയിലത്തിരുന്ന് പോയി, ശ്രദ്ധിക്കാൻ പറ്റിയില്ല.
അപ്പം ഞാനതൊക്കെ മാറ്റിയിട്ട് ഇതിലിതാ മധുരക്കിഴങ്ങ് വെച്ചേക്കാണ്. ഇനി ഇത് പടർന്ന് വരണതിനനുസരിച്ചിട്ട് ഈ മധുരക്കിഴങ്ങ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഓരോ പീസ് കട്ട് ചെയ്തിട്ട് ഓരോ ഇങ്ങനെ ഓട്ട കാണാല്ലേ ആ ഓട്ടയിലേക്ക് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല പുല്ല് നിറച്ചിട്ട് ചാക്ക് സെറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് മധുരക്കിഴങ്ങ് വിളവെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് വലുതാവുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇതിൽ തന്നെ പിടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മാസം എൻ്റെ പുതിയൊരു അതിഥിയാണ് ഈ മധുരക്കിഴങ്ങ്. പിന്നെ അത് വീട്ടിൽ നിന്നും കൂടി കൊണ്ടുവന്നാട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്. പിന്നെ ഇതാ കപ്പ ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. കപ്പ എങ്ങനെ എത്രത്തോളം വിളവ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും കട കിട്ടുമോ എന്നൊന്നും അറിഞ്ഞൂടാ. ഇതിന് മണ്ണ് കുറവായ കാരണം എനിക്ക് അത്ര പ്രതീക്ഷയില്ല കപ്പയിൽ. പക്ഷെ ഞാൻ കപ്പ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ പയർ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പയർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പയറിൻ്റെ കൂട്ടത്തിൽ പല പല വിത്തുകളും ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് കൊടുന്നിടുമ്പോൾ അതിൽ നിന്ന് മുളച്ച് വരുന്ന ഒരുപാട് തൈകളുണ്ട് കേട്ടോ. പല മോഡൽ തൈകൾ, ചീര ഉണ്ട്, പിന്നെ എനിക്ക് പേരറിയാത്ത തൈകളുണ്ട്. ഇതൊക്കെ എന്ത് തൈകളാണെന്ന് അറിഞ്ഞൂടാ. പയറും അതിൻ്റെ ഇടയിൽ മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചീര ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പയറും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഈ കപ്പ വിളവെടുക്കണം, അത് എന്നാണ് എപ്പോഴാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഈ ചാക്കൊന്ന് ദ്രവിക്കണതിനനുസരിച്ചിട്ട് നമുക്ക് വിളവെടുക്കാം കേട്ടോ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഈ മാർച്ച് മാസത്തിൽ എനിക്ക് സെറ്റായിട്ടുള്ളത്. അപ്പോൾ മാർച്ച് തുടങ്ങിയിട്ടുള്ളൂ, മാർച്ച് അവസാനമാകുമ്പോഴത്തേനൊക്കെ നല്ല വിളവെടുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ നമ്മുടെ ഇഞ്ചി ഏകദേശം വലുതായിട്ട് വരുന്നുണ്ട്. ഇതൊരു വർഷത്തോളം എടുക്കും കേട്ടോ. ഇഞ്ചി നമ്മൾ നട്ടിട്ട് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാസവും ഞാൻ ചാക്കുകളിൽ ഇഞ്ചി നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഇഞ്ചി നടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ മാസവും ഞാൻ ഇഞ്ചി നടും, അത് ചാക്കിലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല മനസ്സുഖമാണ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ചട്ടിയിൽ നട്ട മുളക് കണ്ട കുരുടിപ്പും മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സെറ്റാക്കണം. ഇത് ഗ്രോ ബാഗിൽ നട്ടത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ സെറ്റാക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാൽ കൂടി കണ്ടപ്പോൾ ഒന്നും കൂടി നമ്മൾ സൗണ്ട് കൊടുക്കുമ്പോൾ കണ്ടപ്പോൾ ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളത്.